നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നേരി. വാതിൽ തുടരെയുള്ള മുട്ടയേട്ടതും മീരയുടെ മുഖം ചുളിഞ്ഞു. ബാത്റൂമിലായിരുന്നു അവൾ. ദാ വരണു. കയ്യിലുള്ള ടവൽ കൊണ്ട് മുഖം തുറക്കുന്നതിനിടെ അവൾ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഇടതടവില്ലാതെ അതേ തട്ടൽ. അവൾ ധൃതിയിൽ പോയിട്ട് വാതിൽ തുറന്നു. കൺമുമ്പിൽ വർക്കി. കാലിൽ നിന്നൊരു തരിപ്പ് പടർന്നു കയറി അവളെ ഒന്നാകെ പൊതിഞ്ഞു. അച്ഛൻ ജന്മം കൊണ്ട് മാത്രം, കർമ്മം കൊണ്ട് ശത്രുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും. അവളുടെ മുഖം ചുവന്നു. ഓർമ്മയുറച്ചിൽ പിന്നെ ആദ്യമായിട്ടാണ് ഈ മുഖം കാണുന്നത് തന്നെ. കുഞ്ഞിലെ എപ്പോഴും അമ്മയോട് ചോദിച്ച് ശല്യം ചെയ്തപ്പോൾ കാണിച്ചെന്ന നിറം മങ്ങിയ ഒരു ഫോട്ടോയിലെ ചിത്രമാണ് അവൾക്ക് അച്ഛൻ. അച്ഛൻ എന്ന പദവിയോടുള്ള അടങ്ങാത്ത കൊതി കൊണ്ട് അന്ന് ആ ഫോട്ടോ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു കുറേ നാൾ. സ്കൂളിൽ കൂട്ടുകാരുടെ അച്ഛൻ വർണ്ണനയായിരുന്നു അതിന് കാരണവും. നിസ്സഹായതയോടെ തന്റെ ആ പ്രവൃത്തി കണ്ട് കണ്ണു നിറച്ച അമ്മയോട് അന്നിത്തിരി ദേഷ്യം പോലും തോന്നിയിട്ടുണ്ട് കുഞ്ഞ് മീരയ്ക്ക്. അച്ഛന്റെ സ്നേഹം നിഷേധിച്ചതിലുള്ള അമർഷം. പക്ഷേ വളരുന്തോറും അമ്മ അനുഭവിച്ച യാതനകളുടെ പൊള്ളുന്ന യാഥാർത്ഥ്യം അറിഞ്ഞു തുടങ്ങിയതോടെ ആദ്യം ചെയ്തത് ആ ഫോട്ടോ പിച്ചി കീറുക എന്നതാണ്. അന്നും അമ്മ ചേർത്ത് പിടിച്ചിട്ട് ഒത്തിരി കരഞ്ഞു. പിന്നെ പിന്നെ ഓർക്കുമ്പോൾ മരവിപ്പ് തോന്നുന്ന ഒരു വാക്കായി മാറുകയായിരുന്നു അച്ഛൻ എന്നത്. എവിടെയോ കണ്ടു മറന്ന് ഏറെ പരിചിതമായ ആരുടെയോ മുഖം പോലെ. മീരയെ ഒറ്റ നോട്ടം കണ്ടതും വർക്കിക്ക് അങ്ങനെയാണ് തോന്നിയത്. എത്രയൊക്കെ ഓർത്തിട്ടും അത് ആരുടെ മുഖമായിരുന്നുവെന്ന് മാത്രം തീർച്ചയുണ്ടായിരുന്നില്ല അയാൾക്ക്. ആരാ നീ? ക്രിസ്റ്റിയെ പൂട്ടാനുള്ള ഒരു ആയുധം കൺമുമ്പിൽ കണ്ട പോലെ വർക്കിയുടെ മുഖം തെളിഞ്ഞു. മീരയുടെ മുഖത്തൊരു പുച്ഛമാണ് ആ ചോദ്യം കേട്ടതോടെ തെളിഞ്ഞത്. അത് ചോദിക്കാൻ നിങ്ങളാരാ? കൈകൾ നെഞ്ചിൽ കെട്ടി കണ്ണിൽ തീക്ഷ്ണം നിറച്ച അവിടെ മറുചോദ്യം. അതിനു മുന്നിൽ വർക്കിയൊന്നു പതറി. കാണുമ്പോൾ പൂച്ചയെ പോലൊരു പെണ്ണ്, പക്ഷേ വീര്യം അതൽപ്പം കൂടിയ ഇനമാണ്. അതാ കണ്ണുകളിൽ പ്രകടമാണ്. വീണ്ടും വർക്കിയുടെ ഉള്ളിലൂടെ അവ്യക്തം നിറഞ്ഞ മറ്റൊരു മുഖം മിന്നിമാഞ്ഞു. അയാളുടെ മുഖത്ത് തെളിയുന്ന പതർച്ചയിലേക്ക് മീര ആത്മനിർവൃതിയോടെയാണ് നോക്കിയത്. വർക്കിക്ക് പിന്നിൽ വിജയശ്ശേരിയോട് അമ്മ നിൽപ്പുണ്ടെന്ന് തോന്നി അവൾക്ക് ആ നിമിഷം. തോന്നൽ മാത്രമാണെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും ആ മായക്കാഴ്ച അവൾക്കുള്ളിൽ വല്ലാത്തൊരു ധൈര്യം നിറച്ചിരുന്നു. ഓഹോ, അപ്പൊ നിന്നെ താങ്ങിക്കൊണ്ടുപോകാനൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലേ? ഇതെന്റെ വീടാണെന്ന് അറിയാതെയാണോ പൊന്നുമോൾ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്ന്? തനിക്ക് നേർക്ക് നേർ നിന്നിട്ട് അവളൊരു ചോദ്യം ചോദിച്ചതിന്റെ ദേഷ്യം വർക്കിയുടെ ഉള്ളിൽ പുകഞ്ഞു മറിയുന്നുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ വല്ലാത്തൊരു ധാർഷ്ട്യമുണ്ടായിരുന്ന അയാളുടെ വാക്കിലും നോക്കിലും. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ ഇച്ഛയാണ്. എന്റെ അറിവിൽ ക്രിസ്റ്റി ഫിലിപ്പ് എന്ന എന്റെ ഇച്ഛയുടേതാ ഈ വീട്. മീരയുടെ മുറുക്കമുള്ള മുഖം, സ്വരം വർക്കിയുടെ നെറ്റി വിളിഞ്ഞു. ഇച്ഛയോ? അവൻ ഏതു വകുപ്പിലാവണ്ണേ നിന്റെ ഇച്ഛയാവുന്നു? എന്റെ അറിവിൽ അവന്റെ തന്ന ചത്തുപോയതാ. പിന്നെ ഏതു വകുപ്പിൽപ്പെടും ഈ ബന്ധം? അവളുടെ ഒരു ഈച്ച. വർക്കി പരിഹാസത്തോടെ ചുണ്ടുകൂട്ടി. രക്തബന്ധങ്ങൾ എനിക്ക് വിശ്വാസമില്ല. ഇല്ല എന്നല്ല, ജന്മം തന്നിട്ട് പോയൊരു നാരി കാരണം അതില്ലാതെയായി പോയെന്ന് വേണം പറയാൻ. ക്രിസ്റ്റി ഫിലിപ്പ് കർമ്മം കൊണ്ട് എന്നെ കൂടെ പിറപ്പാ. തൽക്കാലം എനിക്ക് അത് മതി. വർക്കിയുടെ കണ്ണിലേക്ക് നോക്കിയത് പറയുമ്പോൾ മീരയുടെ മുഖം വൈര്യം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അയാൾക്ക് പിന്നിൽ ഒരു നറിച്ചിരിയോടെ നിന്നിരുന്ന അമ്മ കൈയടിക്കുന്നുണ്ടെന്ന് തോന്നിയവൾക്ക്. ഓ, അപ്പൊ തന്തയില്ലാത്തവളാണെന്ന് സാരം. വർക്കി പരിഹസിക്കാൻ ഒരു കാരണം കിട്ടിയ പോലെ അവളെ നോക്കി. ആ, ഒരുമാതിരി പേ പിടിച്ച തന്തമാർക്ക് ഇല്ലാതിരിക്കുന്ന തമ്മില് ഭേദം. അപ്പോഴും മങ്ങാത്ത മീരയുടെ ചിരിയിലേക്ക് വർക്കി അത്ഭുതത്തോടെയാണ് നോക്കിയത്. കാശുള്ള വീട്ടിലെ ചെക്കന്മാരുടെ പുറകെ കൂടാൻ നിന്റെയൊക്കെ ഓരോ അടവുകള്. പക്ഷേ മോൾക്ക് തെറ്റിപ്പോയല്ലോ. കാശും സംസ്കാരവും ഇല്ലാത്തൊരുത്തന്റെ തോളി തൂങ്ങിയ എന്റെ അഹങ്കാരം അത് നീ എന്നോട് കാണിക്കല്ലേ. കളി ഞാൻ പഠിപ്പിക്കുവേ. വർക്കി മീരയുടെ നേരെ വിരൽ ചൂണ്ടി. എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ പേര് ഋഷിൻ ചെറിയാൻ എന്നല്ല കേട്ടോ. ഇപ്രാവശ്യം പരിഹാസച്ചിരി മീരയുടെ ചുണ്ടിലായിരുന്നു. നീ വല്ലാണ്ട് നേകളിക്കല്ലേ വേണേ, എന്റെ ഒറ്റയടിക്ക് തികയില്ല നീ. വർക്കി ഭീഷണി പോലെ പറഞ്ഞിട്ടും മീരയുടെ മുഖം അല്പം പോലും മങ്ങിയില്ല. അവനിങ്ങോട്ട് വരട്ടെ, എന്താ അതിന്റെ കറുത്തെന്ന് എനിക്കറിയണം. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഓരോരോ കൂത്തുകള്. മീരയ്ക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതും വർക്കിയാൽ പടങ്ങി. ക്രിസ്റ്റിയുടെ കൂടെ വന്നവളാണെങ്കിൽ തക്കതായ എന്തോ ബന്ധമുണ്ടാവും. ഉടായ്പ് കാണിക്കുന്നവരെ തന്നെ വെറുക്കുന്നവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നത് വർക്കിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. വരട്ടെ, കണ്ടുപിടിച്ചേ മതിയാവൂ. നിനക്കുള്ളത് ഞാൻ തരാം. ഒടുവിൽ അത് പറഞ്ഞിട്ട് വർക്കി തിരിഞ്ഞടക്കാൻ തുടങ്ങി. അതെ, പെട്ടെന്നായിക്കോട്ടെ കേട്ടോ, ഞാൻ കാത്തിരിപ്പാ. പിന്നിൽ നിന്നും വാതിൽപ്പണിയിൽ ചാരി നിന്നിട്ട് മീര പറഞ്ഞു. അവൾക്കുള്ളിൽ ഒരു സംതൃപ്തിയാണ് നിറഞ്ഞത്. എന്നിട്ടും എന്തിനോ നിറഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ ചേർത്തു പിടിക്കാൻ വരുന്ന ശാരിയുടെ മായാരൂപത്തിന്റെ നിറഞ്ഞ ചിരി അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം തിരിച്ചിറങ്ങി നടക്കുമ്പോഴും വർക്കിയ മുഖം ഓർമ്മകളിൽ തിരയുന്നുണ്ടായിരുന്നു.
ഒട്ടും ഓർക്കാൻ പറ്റാത്ത ഏറെ പരിചിതമായ മുഖം. പാത്തുവിൻ്റെ സ്വരം വിറക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി നീട്ടിയ ഫയലിലേക്ക് വീണ്ടും അവളുടെ നോട്ടം തങ്ങി. ഇതിനു വേണ്ടിയാ അവർ നിന്നെ അറക്കിലേക്ക് കൊണ്ടുവന്ന്. ഇതുപോലൊരു വലിയ തുക നിന്റെ പേരിലുണ്ടെന്ന് അവർക്ക് എങ്ങനെയോ വിവരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ അത് ഷാഹിദ് വഴി കിട്ടിയതാവാനാണ് സാധ്യത. ഇവിടെയുള്ളമാർക്ക് ഇത് കണ്ടുപിടിക്കാനുള്ളത്ര പവറൊന്നും പോരാ. പാത്തുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫയൽ തിരികെ വാങ്ങി ക്രിസ്റ്റി ടീഷർട്ട് പൊക്കി വീണ്ടും അത് ജീൻസിൻ്റെ അരയിലേക്ക് തിരികെ. പാത്തു അപ്പോഴും കിളി പോയ പരുവത്തിൽ തന്നെയാണ്. അവനതറിയാനൊരു നിമിത്തം മാത്രമാവും. നമ്മൾ തമ്മിൽ കാണാൻ കർത്താവ് ഒരുക്കിയൊരു കാരണം. തൽക്കാലം നമ്മൾക്ക് അങ്ങനെയങ്ങ് കരുതാം. ക്രിസ്റ്റി അന്തം വിട്ടു നിൽക്കുന്ന പാത്തുവിനെ കൈ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. അവനിടയിലില്ലെങ്കിലും നമ്മൾ കാണുമായിരുന്നു. അത് നമ്മുടെ അപ്പന്മാർ ആഗ്രഹിച്ച കാര്യമായിരുന്നു. അവരെ പോലെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും നീയും ഞാൻ ഒരുമിച്ച് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം കൈപ്പറ്റാവുന്ന രീതിയിൽ ആ എഗ്രിമെൻ്റ് അവർ റെഡിയാക്കിയതും. ക്രിസ്റ്റി ചുമരിലേക്ക് ചാരി വിരൽ കൊണ്ട് അവളുടെ കവിളിൽ ചിത്രം വരയ്ക്കുന്നതിനിടെ പറഞ്ഞു, അവരെങ്ങനെ കൊതിച്ചിട്ടുണ്ടാവും ഈശ. അവളവനെ നോക്കി. പിന്നില്ലാണ്ട് പാത്തു, കർത്താവിൻ്റെ അരികിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും. അല്ലെങ്കിൽ മറന്നു പോകാൻ നിരവധി കാരണങ്ങളുണ്ടായിട്ടും നീയും ഞാനും ചേർന്ന് നമ്മളായിട്ടിങ്ങനെ ചേർന്ന് നിൽക്കില്ലല്ലോ പെണ്ണേ. അത്രമേൽ പ്രണയം നിറഞ്ഞ ആ മുഖം. പാത്തു അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ തുനിഞ്ഞതും ക്രിസ്റ്റി അവനെ പിടിമുറുക്കി. മുഖം കുനിച്ച് നിൽക്കുന്ന അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൻ ചിരിയോടെ നോക്കി. ഇത് തട്ടിയെടുക്കാനാവും അവൻ ഇത്ര വേഗം ഒരു എൻഗേജ്മെന്റ് അല്ലേ ചാ? പാത്തു പതിയെ ചോദിച്ചു. കൂട്ടത്തിൽ നിന്നെ, കാരണം നിന്നെ സ്വന്തമാക്കിയ മാത്രമേ ഈ കാശി കയ്യിൽ വരുള്ളൂ എന്നവനെ നന്നായിട്ട് അറിയാം. ക്രിസ്റ്റി വീണ്ടും അവരുടെ മുഖത്ത് ചിത്രം വരച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയൂടി എൻ്റെ ഈ ജീവനെ. ഇത്രയും കാലം കൊതിയോടെ കാത്തിരുന്നിട്ട്, എൻ്റെ പ്രാണനെ പോലെ ഞാൻ സ്നേഹിച്ചിട്ട്, എനിക്കിപ്പം നീ ഒരു ജീവിതം കൊതിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്, പിന്നെയും നിന്നെ അവന് വിട്ടുകൊടുക്കാനേ ഈ ക്രിസ്റ്റി മരിക്കണം. പ്രണയം കലർന്ന അവൻ്റെ വാക്കുകൾക്ക് തീ പിടിച്ചതുപോലെ, അതിൻ്റെ ചൂടിൽ ഉരുകി ഒലിച്ചതുപോലെ ആ നെഞ്ചിൽ പാത്തുവും. അവൾക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല, അവൻ എന്ത് ചെയ്യണമെന്നും. ചുറ്റുമുള്ളതെല്ലാം ഓർമ്മകളിൽ പോലുമില്ലാത്ത വിധം ശൂന്യമായി പോയിരുന്നു രണ്ടുപേർക്കും. ചേർന്ന് നിൽക്കുന്ന ഉടലുകൾ തമ്മിൽ പ്രണയത്തിൻ്റെ ചൂട് പകരുന്നുണ്ട് പരസ്പരം. വിറക്കുന്ന കൈയോടെ ക്രിസ്റ്റി അവളുടെ ചുണ്ടിലൊന്ന് തട്ടിയ നിമിഷം പാത്തു കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ക്രിസ്റ്റി ഒരു ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ, നാളത്തെ അവൻ്റെ വെറും ഒരു പ്രഹസനം. അതിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. തൽക്കാലം അവൻ്റെ പതനത്തിൻ്റെ ആദ്യ കാൽവെപ്പായിട്ട് കണ്ടാൽ മതി നമ്മൾക്കിത്. പാത്തുവിൻ്റെ മുഖം പിടിച്ചുയർത്തിയ സ്വകാര്യം പോലെ ക്രിസ്റ്റി പറഞ്ഞതും അവളുടെ മുഖം മാടി. എനിക്കറിയാം പാത്തു എൻ്റെ മനസ്സ്. പക്ഷേ ഇപ്പം അവനിതൊരു മൂവ്മെൻറ്റ് ചെയ്യാനുള്ള പ്ലാൻ അതേതായാലും നടക്കില്ല. അറിയാലോ, അവൻ അതിബുദ്ധിമാനാ, ക്രൂരത നിറഞ്ഞ മനസ്സും. ആ കാശ് കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യുന്ന ഉറപ്പാണ്. അവൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊരു വിശ്വാസം അവന് വരട്ടെ. അതിപ്പോൾ അത്യാവശ്യമാണ്. നമ്മളെല്ലാം അറിഞ്ഞെന്ന് തൽക്കാലം അവൻ അറിയണ്ട. അപ്പോഴേക്കും വേണ്ട, ഞാൻ ചെയ്തോളാം. വേദന നിഴലിക്കുന്ന അവരുടെ കണ്ണുകൾക്ക് മീതെ മൃദുവായി ചുണ്ട് ചേർത്തുകൊണ്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത്. അവനല്ല, നാളെ നിനക്ക് മുമ്പിൽ നിൽക്കുന്നേ ഞാനാണെന്ന് കരുതിയേക്കുന്നേ. അപ്പൊ തീരെ ഈ സങ്കടം. ക്രിസ്റ്റി പറഞ്ഞതും അവളുടെ മുഖത്തൊരു കുഞ്ഞ് ചിരിയുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇഷ്ടം അവനറിയാം. ക്രിസ്റ്റി പറഞ്ഞു. പാത്തു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ക്രിസ്റ്റി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അപ്പൊ ഇത്തിരിയൊക്കെ നീ എതിർപ്പ് കാണിച്ചാലോ അവനത് ആ മൈൻഡിൽ കണ്ടോളൂ. ക്രിസ്റ്റി വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അവളുടെ മുഖം തെളിഞ്ഞിട്ടില്ല. ഫൈസൽ മുഹമ്മദ്, ഗൗരവത്തോടെ ഷാഹിദ് വിളിക്കുന്ന കേട്ടതും ഫൈസി നിന്നുപോയി. കണ്ണുകൾ കൊണ്ടൊരു പരിശോധന നടത്തിയാണ് ഫൈസി ഓരോ ചൂടും മുന്നോട്ട് വെക്കുന്നത്. പടച്ചോനെ പെട്ടു. തനിക്ക് നേരെ ധൃതിയിൽ ഓടി വരുന്ന ഷാഹിദ്, ഇവനെന്ത് ഭൂതക്കണ്ണാടി വെച്ചിട്ട് കണ്ടുപിടിച്ചോ ചേറ്റ. മുഖം കുനിച്ച് നടന്നിട്ടും ആൾക്കൂട്ടത്തിൽ നിന്നും ഷാഹിദ് കണ്ടുപിടിച്ച ദേഷ്യവും ടെൻഷനും കൊണ്ട് ഫൈസി പിറുവിറുത്തു. കയ്യിൽ ഡയൽ ചെയ്ത് പിടിച്ച ക്രിസ്റ്റിയുടെ നമ്പറിൽ അവന്റെ വിരലുകൾ അമർന്നു കഴിഞ്ഞിരുന്നു. താനെന്താണോ ഇവിടെ? തനിക്ക് പിന്നിലേക്ക് നോക്കി കണ്ണു ചുരുക്കി നോക്കുന്ന ഷാഹിദിന്റെ മനസ്സിലെന്താണെന്ന് ഫൈസിക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടിയിരുന്നു. നമ്മൾ കുടുംബക്കാരായിട്ട് കൂടി താനെന്താണോ തന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനെ അറിയിക്കാത്തത്? ഫൈസി അവനോട് തിരിച്ചു ചോദിച്ചു. ഓ റിയലി സോറി ഫൈസൽ, വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഐ ആം റിയലി സോറി. ഷാഹിദ് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്കും തോന്നി, അതല്ലേ
ഉമ്മച്ചി ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യാതൊരു പരിഭവം കൂടാതെ ഞാൻ വന്നതും. ഫൈസി അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനവിടെ അല്പസമയം നിൽക്കണമെന്നത് അവന്റെ ആവശ്യമായിരുന്നുവല്ലോ. ഡോൺ വെറി ഫൈസൽ, അധികം വൈകാതെ തന്നെ ഇനി മാരേജ് ഉണ്ടാവും. അന്ന് എന്തായാലും ഇയാളെ വിളിക്കാൻ മറക്കില്ല. അത് പറയുമ്പോഴും ഷാഹിദ് നാലുപാടും നോക്കുന്നുണ്ട്. നടന്നു തന്നെ, ഫൈസി പുച്ഛത്തോടെ പറഞ്ഞു. ഫൈസൽ മുഹമ്മദ് എന്താ പറഞ്ഞേ? അവൻ ആ പറഞ്ഞ് വ്യക്തമായി കേൾക്കാത്തതുകൊണ്ട് തന്നെ ഷാഹിദ് നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, ഉറപ്പായിട്ടും വിളിക്കണമെന്ന് പറഞ്ഞ ഫൈസി ചിരിയോടെ പറഞ്ഞു. യാ ഷുവർ. ഷാഹിദ് അവന്റെ തോളിൽ തട്ടി. താൻ പോയിട്ട് വല്ലതും കഴിക്കുക. 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് ഷാഹിദ് ധൃതിയിൽ അകത്തേക്ക് നടക്കുന്ന നോക്കി ഫൈസി നിന്നു. പിന്നെ ഞാൻ പട്ടിണിയോട് വന്നല്ലേ, വല്ലതും പോയി കഴിക്കാൻ. ഒന്ന് പോടെടുക്ക. ഷാഹിദ് പോയ വഴിയെ നോക്കി അവൻ ചുണ്ടുകൂട്ടി. പടച്ചോനെ, അവൻ വെളിച്ചം കൊടുത്തു കഴിഞ്ഞ് കാണില്ലേ ഇനി. വെടികൊണ്ട വന്നിയ പോലെ മറ്റവന്റെ പോക്ക്. അവൻ കണ്ടാൽ ആ വെളിച്ചം എന്നേക്കുമായിട്ട് അണഞ്ഞു പോവുമല്ലോ. നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു. പേടിക്കണ്ട, ധൈര്യത്തോടെ നിൽക്കണം. പക്ഷെ അവന് സംശയങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈസിയുടെ കോൾ വന്ന നിമിഷം തന്നെ ക്രിസ്റ്റി തിരിച്ചിറങ്ങാൻ റെഡിയായി. ഇച്ച പാത്തു വിറയിലൂടെ അവന്റെ ടീഷർട്ടിൽ പിടിമുറുക്കി. ഇച്ച കൂടെ തന്നെയുണ്ട്. ഇനി അധികമൊന്നും എനിക്കവിടെ നിൽക്കേണ്ടി വരില്ല കേട്ടോ. ഇച്ച വരും കൂട്ടിക്കൊണ്ടുപോവാൻ, എൻ്റെ സ്വന്തമായിട്ട്. അലിവോട് അവൻ അവിടെ കവിളിൽ തട്ടി. വാതിലടച്ച് കുറ്റിയിട്ടേക്ക്. ഏത് നിമിഷം ഷാഹിദ് ഇവിടെ എത്തും. അവന്റെ മുമ്പിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നാളത്തെ ഫംഗ്ഷനെ കുറിച്ച് അവൻ പറയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാത്ത വിധം ഡീൽ ചെയ്യണം. ഓക്കെ? ബനിയന്റെ ക്യാപ്പ് തലയിലേക്ക് ഇട്ടിടവൻ വാതിലിന്റെ കുറ്റിയെടുത്തു. ഭയത്തോടെ നിൽക്കുന്ന അവളൊരു നിമിഷം നോക്കി. പിന്നെ ഒന്നുകൂടെ അവളെ നെഞ്ചിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ഐ ലവ് യു. പാത്തുവിന്റെ കാതിൽ കാറ്റുപോലെ പറഞ്ഞുകൊണ്ടവൻ ധൃതിയിൽ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കുതിച്ചു തുള്ളുന്ന മനസ്സിനെ ഒന്ന് കൈപ്പിടിയിലൊതുക്കാൻ എന്ന പോലെ പാത്തു ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ട് ദീർഘശ്വാസം എടുത്തു. അപ്പോഴേക്കും വാതിൽ തട്ടുന്നതിന്റെ സ്പീഡ് വളരെയധികം കൂടിയിരുന്നു. പേ പിടിച്ചവനെ പോലെ പുറത്തുള്ള ഷാഹിദ് തന്നെയാണെന്ന് ഉറപ്പാണ്. അവൻ വരുമെന്ന് മുന്നറിയിപ്പ് തന്നിട്ട് ഇറങ്ങിപ്പോയവനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ നെഞ്ചി പിടഞ്ഞു. പടച്ചവനെ കാത്തോളനെ, എൻ്റെ ജീവനാ, എൻ്റെ ജീവിത. പ്രിയപ്പെട്ടവനുള്ള പ്രാർത്ഥനയോടെ തന്നെയാണ് ഷാഹിദിന് മുമ്പിൽ വാതിൽ തുറന്നു കൊടുത്ത്. എരിയിച്ചു കളയുന്നൊരു നോട്ടം. വാതിൽ തുറന്നു കൊടുക്കാൻ വൈകിയതിനാവും. വലിഞ്ഞു മുറിയ മുഖത്തോടെ അകത്തേക്കയറിനു വേണ്ടി അവൾ മാറി നിന്ന് കൊടുത്തു. മുറിയിലാകമാനം ഷാഹിദിന്റെ കണ്ണുകൾ ഓടി നടന്നു. എന്താ നോക്കുന്നത്? അവന്റെ തെരച്ചിൽ ഏകദേശം ഒന്ന് ഒതുങ്ങുന്നവരെയും മിണ്ടാ നിന്നിരുന്ന പാത്തു പതിയെ ചോദിക്കുന്ന കേട്ടതും ഷാഹിദ് അവളെ ഒന്നുകൂടി തുറപ്പിച്ച് നോക്കി. ആ മുഖത്ത് വല്ല മാറ്റമുണ്ടോ എന്നുള്ള അന്വേഷണം പോലെ അവന്റെ കണ്ണുകൾ കൂർത്തു. നിനക്കറിയില്ലേ? അവൾക്ക് മുമ്പിൽ ചെന്ന് നിന്നിട്ട് അവൻ ചോദിച്ചു. ഇല്ല, അറിയായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കില്ലല്ലോ. ഒട്ടും പതർച്ചയില്ലാതെ അവളുടെ സ്വരം. കനത്തിലൊരു മോളൽ മാത്രമാണ് അവൻ ഉത്തരമായി നൽകിയത്. ക്രിസ്റ്റിയുമായുള്ള ബന്ധം തനിക്കറിയാമെന്ന് അവളോട് അവനപ്പോൾ പറയാൻ കഴിയുമായിരുന്നില്ല. എല്ലാം അറിഞ്ഞിട്ടും പിന്നെന്തിനാണ് നാളത്തെ ഫംഗ്ഷൻ എന്നവൾ തിരിച്ചു ചോദിച്ചാൽ കുടുങ്ങിപ്പോവും. അവളെ കൂടെ നിർത്തേണ്ട ഇപ്പോൾ തൻ്റെ ആവശ്യമാണ്. രജിസ്ട്രാർക്ക് മുന്നിൽ പൂർണ്ണ മനസ്സോടെ അവളുടെ ഒരു സൈൻ കിട്ടുന്നതോടെ മാത്രം കയ്യിലാവുന്ന കോടികൾ. അതിലാണ് അവൻ്റെ മനസ്സ് മുഴുവൻ. അതൊന്ന് കൈ കിട്ടിക്കോട്ടെ, പിന്നെ നീ അറിയാൻ പോകുന്നേയുള്ളൂ ഈ ഷാഹിദ് ആരാണെന്നുള്ളത്. ഇപ്പോഴുള്ള ഈ അവഗണനകൾക്ക് അന്ന് നീ ഉത്തരം പറഞ്ഞ് വേദനിപ്പിക്കും ഞാൻ. അവന്റെ മനസ്സ് മുരളുന്നുണ്ടായിരുന്നു. വാതിലടച്ചോ, ഞാൻ പോവാ. കൂടുതലൊന്നും പറയാൻ പറ്റിയ സമയമില്ലെന്ന് തോന്നിയിട്ടാണ് ഷാഹിദ് തിരികെ നടക്കാൻ തുടങ്ങിയത്. ഇവിടെ എന്താ തെരഞ്ഞ്? അതൊന്ന് പറഞ്ഞു തന്നിട്ട് പോകും. എനിക്കിതിനുള്ളിൽ കിടക്കാനുള്ളതല്ലേ? പാത്തു വിടാനുള്ള ഭാവമില്ലാതെ ഷാഹിദിനെ നോക്കി. അതൊന്നുമില്ല, എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു പോയതാ. ഡോണ്ട് വറി, താൻ കയറി കിടന്നു, പേടിക്കാനൊന്നുമില്ല. വരുത്തി കൂടിയൊരു ചിരിയോടെ അവൻ പറഞ്ഞു. ചുണ്ടുകൾ കൂട്ടുപിടിക്കാതിരിക്കാൻ പാത്തു നന്നായി പരിശ്രമിച്ചിരുന്നു. നാളത്തെ എൻഗേജ്മെന്റ് ഫംഗ്ഷനെ കുറിച്ച് എന്നോടൊന്ന് സൂചിപ്പിക്കാത്തെന്താ? വീണ്ടും അവൾ അവനെ നോക്കി. അത് പിന്നെ മാമ്മമാർക്ക് വലിയ നിർബന്ധം. പിന്നെ എന്നാലും വേണ്ടതല്ലേ, അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകണ്ടല്ലോ. ഗൗരവത്തോടെ ഷാഹിദ് അവൾക്ക് മുമ്പിൽ പോയി നിന്നു. എന്നാലും എന്നോടൊന്ന്. എനിക്ക് വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് മറ്റാരെക്കാളും നിനക്കറിയില്ല ഫാത്തിമ. അങ്ങനെയുള്ള നിനക്ക് എതിർപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? ഇതിപ്പോൾ കല്യാണം എന്നല്ലല്ലോ, ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ്. ചടങ്ങുകളെല്ലാം അതിൻ്റെ വഴിക്കണക്കിട്ടെന്ന് അവരെല്ലാം പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ഞാനത് വേണ്ടെന്ന് പറയുന്നത്. സോ എനിക്കത്ര വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല ഈ നിമിഷം വരെയും. നീ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ. വല്ലാത്തൊരു മുറുക്കം.
കൂടുതൽ എന്തെങ്കിലും ചോദിച്ചിട്ട് അവനെ പ്രകോപിപ്പിക്കരുതെന്ന് ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് മാത്രം അവളൊന്നും പിന്നെ മിണ്ടാ നിന്നു. അറിയേണ്ടത് അതിനി എന്തായാലും നിന്നെ അറിയിച്ചിരിക്കും. പക്ഷേ എല്ലാം അറിയണമെന്ന് വാശി പിടിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അറിയിക്കേണ്ടത് കൃത്യമായിട്ട് അറിയിക്കും. എനിക്കിഷ്ടമില്ലാത്തൊന്നും എൻ്റെ പെണ്ണ് ചെയ്യരുതെന്ന് കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? ഷാഹിദ് കുറച്ചുകൂടി അവൾക്കരികിലേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.